ആ കോഹിനൂർ രത്നത്തിന് ഇനി എന്താണ് സംഭവിക്കുക എന്ന് അറിയണമെങ്കിൽ കഥയുടെ 3-ാം ഭാഗത്തിലേക്ക് കടക്കണം. ഈ കഥ തുടങ്ങുന്നത് ഇങ്ങ് കേരളത്തിൽ നിന്നാണ്. സംസ്കൃത പണ്ഡിതയായ ഒരു മാതാവിൻ്റെ വയറ്റിലാണ് ശങ്കർനാഥ് ജനിക്കപ്പെടുന്നത്. ബാലനായിരിക്കുമ്പോൾ അസാധ്യ ഉഴപ്പാനായിരുന്നു ശങ്കർനാഥ്. അമ്മ വിദുഷി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ നമ്മുടെ മാതാവ് ആത്മകഥ നടത്തുന്നത് ഈ ബാലൻ കേൾക്കാനിടയായി. എന്താണ് ആത്മകഥ എന്നറിയാമോ? ഒരു കുതിരയുടെ വയറ്റിൽ എങ്ങനെയാണ് ഈ കഴുത വന്ന് ജനിച്ചതെന്ന്. അത് കേട്ടപ്പോൾ ഇറ്റ് വാസ് ഷോക്കിംഗ്. അയാളുടെ ഒരു മനംമാറ്റത്തിന് അത് കാരണമായി എന്ന് പറയപ്പെടുന്നു. ആ ബാലൻ്റെ രൂപാന്തരം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ വിദ്യുത് വേഗത്തിലായിരുന്നു. പാരമ്പര്യ ശാസ്ത്ര ശാഖകൾ മാത്രമല്ല, വ്യാകരണം, വേദാധ്യയനം തുടങ്ങിയവരൊക്കെ ശങ്കരൻ മിടുക്കനായി. ഈ തീർത്ഥാടനത്തിനിടയിൽ കാശിയിലെത്തിച്ചേർന്നു. കാശിയിൽ വെച്ച് വരാഹാചാര്യർ എന്ന് പറയുന്ന പണ്ഡിത ശ്രേഷ്ഠനെ കാണാനിടവരികയും അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും ചെയ്തു. പ്രവചനശാസ്ത്രത്തിൽ കേമനായി മാറുകയായിരുന്നു ശങ്കർനാഥ്. അതോടുകൂടി പ്രസിദ്ധനായി. സമ്പത്ത് ധാരാളം വന്നുകൂടിയപ്പോൾ ജോഷിഘട്ട് എന്ന പേരിൽ കാശിയിൽ ഈ ബ്രാഹ്മണൻ ഒരു സത്രം സ്ഥാപിക്കുകയുണ്ടായി. ഈ സത്രത്തിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള VIP-കൾ വന്നു തുടങ്ങി. അക്കാലത്ത് കാശിയിലെത്തപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രാജാവുണ്ടായിരുന്നു. പുള്ളി ഹിമാലയ സാനുക്കളിലെ ഒരു രാജാവാണ്. ഈ രാജാവ് നമ്മുടെ ശങ്കർനാഥിനെ മീറ്റ് ചെയ്ത് അവർ പരസ്പരം കുശലാന്വേഷണം നടത്തി. അപ്പോൾ ശങ്കർനാഥിൻ്റെ അറിവും പാണ്ഡിത്യവും ഇയാളെ ആശ്ചര്യചകിതനാക്കി. അങ്ങനെ ഈ രാജാവ് തിരിച്ചു പോയപ്പോൾ ശങ്കർനാഥ് ആ രാജാവിനോടൊപ്പം നേരെ ആ രാജ്യത്തിലെത്തിച്ചേർന്നു. ആ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായി ശങ്കർനാഥിനെ നിയമിക്കുകയും ചെയ്തു. സിഖ് ചക്രവർത്തിയായ രാജാ രഞ്ജിത് സിംഗ് ഈ രാജാവിൻ്റെ ചങ്ങാതിയായിരുന്നു. അങ്ങനെ ഒരിക്കൽ രഞ്ജിത് സിംഗ് ഈ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ആ കൊട്ടാരത്തിൽ വെച്ച് ശങ്കർനാഥിനെ ഈ രാജാവ് പരിചയപ്പെടുത്തി. ശങ്കർനാഥിനെ പരിചയപ്പെടുത്തിയതോടുകൂടി ശങ്കർനാഥ് ജ്യോതിശാസ്ത്ര പണ്ഡിതനാണെന്നും പ്രവചനശാസ്ത്രത്തിൽ മിടുക്കനാണെന്നും തിരിച്ചറിഞ്ഞ രാജാ രഞ്ജിത് സിംഗ് തൻ്റെ മനസ്സിൽ അതുവരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയായിരുന്നു. എന്താണെന്നറിയോ? കോഹിനൂർ രത്നത്തിൻ്റെ കാര്യത്തിൽ മഹാരാജാ രഞ്ജിത് സിംഗ് അല്പം ഖിന്നനായിരുന്നു. എങ്ങനെയാണ് ആ കോഹിനൂർ രത്നത്തിൻ്റെ കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷ നേടണം എന്ന് വളരെ ഗാഠമായിട്ട് ചിന്തിച്ച് മനസ്സ് പുണ്ണാക്കിയിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ശങ്കർനാഥിനെ പരിചയപ്പെടേണ്ട വന്നത്. അപ്പോൾ ശങ്കർനാഥിനെ കണ്ടതോടുകൂടി മഹാരാജാ രഞ്ജിത് സിംഗ് മനസ്സിൽ കുറിച്ചു, ഞാൻ തേടിയ ആളിതാ കിട്ടിയിരിക്കുന്നു. പിന്നെ താമസിച്ചില്ല, ശങ്കർനാഥിനെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചുകൊണ്ട് പോവുകയായിരുന്നു രാജാ രഞ്ജിത് സിംഗ്. രാജാ രഞ്ജിത് സിംഗിൻ്റെ കൊട്ടാരത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായി ശങ്കർനാഥ് മാറി. ശപിക്കപ്പെട്ട കോഹിനൂർ രത്നത്തിൻ്റെ സമസ്യ ശങ്കർനാഥിൻ്റെ ഉത്തരവാദിത്വത്തിലായി മാറി. പക്ഷേ കുശാഗ്രബുദ്ധിയായ ശങ്കർനാഥ് രത്നത്തിൻ്റെ സംരക്ഷകനായി ഗ്രാജ്വലി മാറുകയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഭരണകാലം. ലോർഡ് ബെൻഡിങ് പ്രഭുവുമായിട്ടുള്ള കൂടിക്കാഴ്ചകളിൽ രാജാവ് സിഖ് സാമ്രാജ്യത്തിന് പ്രതിനിധിയായി അയച്ചിരുന്നത് ശങ്കർനാഥിനെ ആയിരുന്നു എന്ന് ചരിത്രരേഖകളുണ്ട്. ഏകദേശം ഈ കാലയളവിലാണ് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവായ സ്വാതി തിരുനാൾ ശങ്കർനാഥിനെ കുറിച്ച് കേട്ടറിയുന്നത്. ശങ്കർനാഥൻ എന്ന് പറയുന്ന ഒരു മിടുക്കനായ ജ്യോതിശാസ്ത്ര പണ്ഡിതൻ ഇങ്ങനെ സിഖ് സാമ്രാജ്യത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിയ സ്വാതി തിരുനാൾ ലോർഡ് ബെൻഡിങ് പ്രഭുവുമായിട്ടുള്ള അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ സ്വാധീനിച്ചിട്ട് ലോർഡ് ബെൻഡിങ്ങിനെ കൊണ്ട് രാജാ രഞ്ജിത് സിംഗിനോട് സംസാരിപ്പിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ശങ്കർനാഥിനെ പഞ്ചാബിൽ നിന്നും നേരെ കേരളത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയാണ്. സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരത്തിലെത്തിയ ശങ്കർനാഥ് സ്വാതി തിരുനാളിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായി മാറി. ശങ്കർനാഥ് പോയതോടുകൂടി രാജാ രഞ്ജിത് സിംഗ് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചാടുകയായിരുന്നു. കൂടുതൽ കുഴപ്പം മീൻസ് ടെൻഷനിലേക്ക്. എന്താ കാരണം? അഫ്ഗാൻ സാമ്രാജ്യമായിട്ടൊരു പുതിയ യുദ്ധം പ്ലാൻ ചെയ്യുകയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മൂപ്പളമ്പ തർക്കവും
അനന്തരാവകാശികളെക്കുറിച്ച് തർക്കമൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വൈരം കെടുത്തി. എന്തിനു പറയുന്നു, സ്വാതി തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് മഹാരാജ രഞ്ജിത് സിംഗ് തിരികെ ശങ്കർനാഥിനെ സിഖ് സാമ്രാജ്യത്തിലേക്ക് എത്തിച്ചു. ശങ്കർനാഥ് വീണ്ടും രാജ രഞ്ജിത് സിംഗിൻ്റെ അരമനയിലെത്തി. ആ കാലയളവിലാണ് 1835 കാലം റാണി ജിൻഡാൻ എന്ന് പറയുന്ന പുതിയ റാണിയുടെ വിവാഹം കഴിഞ്ഞു. ആ വിവാഹത്തോടനുബന്ധിച്ചുള്ള ആർഭാടങ്ങളിലൊക്കെ നമ്മുടെ ശങ്കർനാഥ് പങ്കെടുത്തു. കോഹിനൂർ രത്നത്തിൻ്റെ വിഷയത്തിൽ രാജാ രഞ്ജിത് സിംഗ് വല്ലാത്ത ടെൻഷനിലായിരുന്നു എന്ന് പല പ്രാവശ്യം പറഞ്ഞു. അങ്ങനെ ശങ്കർനാഥിൻ്റെ കൂടിയും സഹായത്താൽ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കപ്പെട്ടു. അതനുസരിച്ച് രാജ്യാതിർത്തിയിലുണ്ടായിരുന്ന ഒരു കോട്ടയിൽ ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് ഈ കോഹിനൂർ രത്നം രഹസ്യ അറയിൽ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് ഇതേ രൂപത്തിലുള്ള 39 ഒട്ടകങ്ങളാണ്. ഇത് ഏത് ഒട്ടകത്തിലാണ് ഈ രഹസ്യം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല. ഒരുപക്ഷേ രാജാവിന് പോലും അതറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിനി കോഹിനൂർ രത്നത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കോഹിനൂർ രത്നം നിൽക്കുന്ന എവിടെയാണ്? ഒരു ഒട്ടകത്തിൻ്റെ ആലയിലാണ്. നാളുകൾ കഴിഞ്ഞു, രാജാവ് മരണപ്പെട്ടു. വീണ്ടും വാട്ട് ഹാപ്പൻ ടു കോഹിനൂർ നമുക്ക് നോക്കാം. സാദൃശ്യമുള്ള 39 ഒട്ടകങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഏത് ഒട്ടകത്തിലാണ് രത്നമുള്ളതെന്ന് ഒരാൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ, കാശ്മീരി ബ്രാഹ്മണനായ ബൈറാം. അഫ്ഗാൻ യുദ്ധത്തിൽ പടച്ചട്ടയണിഞ്ഞ് ശങ്കർനാഥ് എന്ന നമ്മുടെ ഈ മലയാളി ബ്രാഹ്മണൻ പങ്കെടുത്തിരുന്നുവെന്ന് ചരിത്രരേഖകളുണ്ടായിരുന്നു. ഈ വേളയിലാവണം പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഈ രത്നം സംഭാവന നൽകാൻ ശങ്കർനാഥ് രാജാവിനെ ഉപദേശിച്ചെങ്കിലും അത് നടന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല. പക്ഷെ അങ്ങനെ ഒരു കിംവദന്തി ഉണ്ടായിരുന്നു അക്കാലത്ത്. രഞ്ജിത് സിംഗിൻ്റെ മരണം വരെ കോഹിനൂറിൻ്റെ സംരക്ഷണം ഒളിഞ്ഞും തെളിഞ്ഞും ശങ്കർനാഥ് ഏറ്റെടുത്തിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അനന്തരാവകാശികളെക്കുറിച്ച് തർക്കം രൂക്ഷമായപ്പോൾ അവിടുത്തെ അസ്വസ്ഥതകൾ യഥാർത്ഥത്തിൽ ശങ്കർനാഥിനെ വല്ലാതെ വിഷമസന്ധിയിലാക്കി. അങ്ങനെ ശങ്കർനാഥ് തിരികെ വീണ്ടും കേരളത്തിലെത്തി സ്വാതി തിരുനാളിൻ്റെ രാജസദസ്സിലെ അംഗമായി. രഞ്ജിത് സിംഗിൻ്റെ ഇളയ മകനായ ദുലീപ് സിംഗിന് 3 വയസ്സുണ്ടായിരുന്നപ്പോൾ റീജൻ്റായ അമ്മ മഹാറാണി, അതായത് റാണി ജിൻഡാൻ ഭരണസാരഥ്യം ഏറ്റെടുത്തു. അപ്പോഴും കോഹിനൂർ രത്നം ഇന്ത്യയിൽ തന്നെയുണ്ട്. പിന്നീട് ദുലീപ് സിംഗിൻ്റെ കാലത്ത് തന്നെ ആംഗ്ലോ സിഖ് യുദ്ധത്തിന് ശേഷമാണ് രത്നം ബ്രിട്ടനിലേക്ക് എത്തിപ്പെട്ടത്. ദിലീപ് സിംഗും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു കോംപ്രമൈസ് ഫോർമുലയാണ്, ലാഹോർ ഉടമ്പടി എന്നാണ് പറയുക. ആ ലാഹോർ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് കോഹിനൂർ രത്നം വിക്ടോറിയ രാജ്ഞിയുടെ തലയിലേക്ക് എത്തിച്ചേർന്നത്. ശങ്കർനാഥും കോഹിനൂർ രത്നവും തമ്മിലുള്ള കണക്ഷൻ ഒരു ഫാൻറ്റസിയായി തന്നെ എന്നും നിലനിൽക്കും. ദുരന്തരത്നം എന്ന് പേരിട്ടിരിക്കുന്ന കോഹിനൂർ ആരൊക്കെ കൈവശം വെച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം പറയുന്നു. കാക്കാത്യ സാമ്രാജ്യത്തിൽ തുടങ്ങി തുഗ്ലക് വംശത്തിൽ നിന്നും മുഗൾ സാമ്രാജ്യത്തിൽ നിന്നും നാദിർഷയിലേക്ക് എത്തി, അവസാനം ഷാഷുജിയുടെ കയ്യിലേക്ക് എത്തി, പിന്നീട് രഞ്ജിത് സിംഗിൻ്റെ കയ്യിൽ നിന്നും പിന്നീട് ദുലീപ് സിംഗിൻ്റെ കയ്യിലും എത്തിച്ചേർന്ന രത്നം ഇപ്പോഴും ബ്രിട്ടനിൽ അത് പുരുഷന്മാർ ധരിക്കുന്നത് അവർ ഒരു ശകുനപ്പിഴയായിട്ട് കണ്ടു എന്ന് പിന്നീടുള്ള സംഭവവികാസങ്ങൾ തെളിയിക്കുന്നുണ്ട്. അന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അന്നും പുരുഷന്മാർ ഇത് ധരിക്കുന്നതിൽ നിന്നും വിമുഖത കാണിച്ചിരുന്നു. അന്ധവിശ്വാസങ്ങൾ ഏതെല്ലാം തരത്തിലാണ് ജനങ്ങളെ വേട്ടയാടിയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായി, ഒരു ഉത്തമ ദൃഷ്ടാന്തമായി വേണമെങ്കിൽ കോഹിനൂർ രത്നത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റും. അങ്ങനെ ശാപഗ്രസ്തമായ കോഹിനൂർ രത്നം ഇപ്പോൾ ബ്രിട്ടനിലാണ്. അതിനെക്കുറിച്ച് അവകാശവാദങ്ങൾ പല രാജ്യങ്ങളും ഉന്നയിച്ച കൂട്ടത്തിൽ ഇന്ത്യയും അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കോഹിനൂർ രത്നത്തിൻ്റെ വില അമൂല്യമാണ്. 88,000 കോടി എന്ന് അതിൻ്റെ വിലയെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ശരി, ശാപഗ്രസ്തമായ കോഹിനൂർ രത്നത്തിൻ്റെ കഥ ഇവിടെ നമുക്ക് താൽക്കാലികമായി വിരാമം നൽകാം. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.